അല്ലോട്ടാ ഹോംവർക്ക് ചെയ്യുന്നേ. പൊന്നു ഭയങ്കര ചൂട് പുറത്ത് രക്ഷയില്ലടാ. ഇറങ്ങുമ്പോ തന്നെ വിയർക്കും, അത്ര ചൂട് പുറത്ത്. ആണോ? ചൂടത്ത് തണുപ്പിക്കാൻ ഒരു സാധനം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്ത്? അതൊക്കെ വേണോ? തണുത്ത വെള്ളമാണോ? വേണോ? അല്ലൂട്ടാ നിനക്ക് ചൂടത്ത് തണുക്കണോ? Come on, follow me. എവിടാടാ പൊന്നാരി കൊണ്ടുപോകുന്നത്? പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. എന്താ പറയാ, നമുക്ക് ഇവിടെ കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിതുവരെ കണ്ടിട്ടില്ല അങ്ങനെ അധികം. നാട്ടിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും ഷാർജ ജ്യൂസ് കുടിക്കൂലേ, അത് പക്ഷെ ഇവിടെ നമ്മൾ പല മിൽക്ക് കുടിക്കാറുണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ കരുതി പരീക്ഷിക്കാന്ന് കൃത്യസമയത്ത് പറ്റി വന്നിട്ട് പറഞ്ഞ ചൂടെടുക്കുന്നത് പരീക്ഷിച്ചാലോ. എന്തായാലും വീട്ടിൽ നമ്മുടെ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പരീക്ഷിച്ചു നോക്കാം. ഷേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഉദ്ദേശം എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ പറയുന്നില്ല. കറക്റ്റ് സമയത്ത് പൊന്നു വന്നിട്ട് പറഞ്ഞ ചൂടെടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നോക്കിക്കളാം എങ്ങനെയാവോ എന്തായാലും എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും മീ കൊള്ളാമോ നോക്കട്ടെ, ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ കാര്യം ഇല്ല, തരത്തില്ല. ചൂടെടുത്തിട്ട് വയ്യ. ട്രൈ ചെയ്യാം. പൊന്നു എനിക്ക് പാലൊന്നും സെറ്റാക്കി തരണേ, ഇത് കട്ടായിട്ടിരിക്കും. എപ്പോഴാ ഇത് വെച്ചത് പൊന്നാരെ? അതൊക്കെ കുറെ നേരമായി, കുറെ സമയമായി. അപ്പൊ ഞാൻ വരുന്നതിന് മുമ്പ് സെറ്റാക്കി വെച്ചിട്ട് ഐസ്ക്രീം നാളെ മുതൽ ഇത് ജലദോഷത്തിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അല്ലൂട്ടാ പോരുന്ന പഠിച്ചോ, ഉമ്മ ഉണ്ടാക്കിട്ട് വിളിക്കും. കുറെ ഹോംവർക്ക് ഒക്കെ ചെയ്യാനുള്ളതല്ലേ. ചെല്ലു പെട്ടെന്നാവൂടാ പൊന്നരെ? പെട്ടെന്നാവൂന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല, കുറച്ച് സമയം എടുക്കൂലേ. എടുത്തല്ലേ സാധനമൊക്കെ? ഇത് നട്ട്സ്, ഈ പാലൊന്ന് പൊട്ടിച്ചിനകത്ത് ഇട്ടേ പൊന്നു. കാര്യം നാട്ടിലാണെങ്കിൽ കവർ പാല് കിട്ടും, പക്ഷെ ഇവിടെ അതില്ലാത്ത കാരണം ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് ക്രഷ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒട്ടും ഇതാവത്തില്ല പൊന്നു. ഒന്നത് മിക്സിന്റെ ബ്ലേഡ് പോയിരിക്കുമെന്ന് തോന്നുന്നു. ഇത് കുഴപ്പമില്ലല്ലോ പൊന്നു, ഇനി കുറച്ച് ക്രഞ്ചി ആയിട്ട് ഇരുന്നോണ്ടല്ലേ അവിടെ. മറ്റേ ഷാർജ കുടിക്കുമ്പോ അതിനകത്തുണ്ടല്ലോ, അങ്ങനെയല്ലേ വരുന്നത്. പാലൊന്ന് എനിക്ക് കട്ട് ചെയ്ത് തരണം കേട്ടോ. ഞാൻ പാല് കട്ടല്ല, ഒന്ന് പൊട്ടിച്ചിട്ടായിരുന്നു പൊന്നു. ബെറ്റർ ആ മറ്റേ ബേസിനല്ലേ അതിനകത്തോട്ട് ഇട്ടിട്ട് ഇതിനകത്തോട്ട് ഇടാം, അല്ലെങ്കിൽ പിന്നെ ഇതിനെ ചിലപ്പം താഴേക്ക് പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീഴുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. ഓഹോ, സത്യം എനിക്ക് അപ്പൊ അങ്ങനൊന്നും തോന്നില്ല പോലും. ഞാൻ പിന്നെ എന്റെ ഒരു ബുദ്ധി വെച്ചിട്ട് ഞാൻ അപ്പൊ അതങ്ങ് തണുത്ത് പോകില്ലേ പൊന്നു. പൊന്നു കുത്തി പൊട്ടിച്ച് നോക്കിക്കേ, ഇത് വെച്ചിട്ട് പിച്ചാതെല്ലാം വെച്ചിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഐസ് ഇങ്ങനെ വെച്ചിട്ടല്ലേ ഊരി തരുന്നത്. എനിക്കറിയത്തില്ല പിന്നെ. നീ കമ്പൈസ് കഴിച്ചിട്ടില്ലേ നാട്ടില്? കമ്പൈസ് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അവര് ഐസ് ഇങ്ങനെ ആക്കിയിട്ട് ഒരു കോലെടുത്ത് കുത്തിയിട്ടല്ലേ ഇങ്ങോട്ട് ഊരുന്നത്? അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതിന്റെ വേറൊന്നും മെച്ചടാ. താഴേക്ക് പോകൂ. അല്ല പാലും കൂടെ ഇട്ടോ പൊന്നു. കാര്യം തീരെ ഐസ് മാത്രമായിട്ട് പറ്റത്തില്ലെന്ന് തോന്നുന്നു. കുറച്ച് പാലും കൂടെ ഒഴിച്ചു നോക്കാം. പൊന്നു അത് അതിനുള്ളിലേക്ക് ഇട്. എന്നിട്ട് ഇതെല്ലാം കൂടെ എന്നിട്ട് കൊള്ളുമെന്നാണ് ഇപ്പൊ എന്റെ സംശയം. അല്ല 3 പേർക്കുള്ളതല്ല. പൊന്നു പറഞ്ഞ അത്രയും ഈ ഐസ് വെച്ചൊന്ന് അടിച്ചു നോക്കാം.
ഇതിപ്പോ ഞാനാണോ ഉണ്ടാക്കുന്നത്, പൊന്നാണോ ഉണ്ടാക്കുന്നത്? ചൂടെടുത്ത് വന്നാൽ ഞാനും ഉണ്ടാക്കും. അങ്ങനെ തന്നെ ഇരിക്കുമെന്ന് തോന്നുന്നു പെണ്ണല്ലേ. പൊന്നു ഇത് പിടിക്കും, ഞാൻ നോക്കാന്. എന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള പരിപാടിയാന്ന് എനിക്ക് മനസ്സിലായി. ഞാനാ ഇത് ഉണ്ടാക്കുന്നേ. പൊന്നു ഞാൻ ഉണ്ടാക്കാം. ഇല്ല, പൊന്നു ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള അത് ഞാൻ ശരിയായിക്കോളാം. പൊന്നു നിനക്ക് നോക്കട്ടെ. എന്റെ അല്ലാ, ഇപ്പൊ നീ കണ്ടോ പൊന്നു കുറച്ച് സംഭവങ്ങൾ എനിക്ക് ഇടാനുണ്ട്. മതി നിർത്ത്. അത് കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് പിടിക്കേ പൊന്നു, ഇത് ശരിയാവൂടാ? എനിക്ക് വലിയ പ്രതീക്ഷ. ഇതാണോ നീ എന്നെ തണുപ്പിക്കുമെന്ന് പറഞ്ഞത്? അല്ല, ഞാൻ നോക്കട്ടെ പൊന്നു. ഇതേ സംഭവം നല്ല തിക്കാണ്. പിന്നെ എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഞാനിട്ട നട്ട്സും മറ്റേ സംഭവങ്ങളും കുറച്ച് കൂടുതലാണ്. പിന്നെ മാത്രമല്ല കണ്ടന്റ് കൂടുതൽ കുറച്ച് 2 സെക്ഷനായിട്ട് അടിക്കേണ്ടി വരുമോ? ഏത്? അതായത് മിക്സിക്കകത്ത് ഇത്രയും കൊള്ളില്ല പൊന്നു. അത്രയും അടിച്ചാ മതിയാ ടോമി. അത് മതിയായിരുന്നു പൊന്നു. ഇത്രയും പാലാണ് പറഞ്ഞ ഒരുമിച്ചിടല്ലേന്ന്. ഞാൻ നോക്കി നോക്കട്ടെ ഒരു മിനിറ്റ്. പഴം തോനെ വേണ്ട. പഴം വേണം പൊന്നു, പക്ഷെ ഇത്ര ഇടാനുള്ള സ്പേസ് അതിനകത്തില്ല. അത് ഞാൻ പറഞ്ഞ പൊന്നു അത്ര ഇടല്ലേന്ന് പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞ പാലിച്ചിരി വെള്ളം പോലെ ആയാ ഓക്കെയാണ്. അതിപ്പോ മിക്സി കരിയുന്നുണ്ട്, ഒരു മണം വരുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ കൂടെ ഷാർജ ഷേക്ക് ഉണ്ടാക്കി നീ മിക്സി ഞാൻ രണ്ടായിട്ട് അടിക്കട്ടെ. അതാ ബെറ്റർ. എന്നിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ശരിക്കും നമുക്ക് 2-3 പേർക്ക് കഴിക്കാൻ ഇത്രയും വേണ്ടാന്ന് തോന്നുന്നു. തണുക്കട്ടെ നല്ലതുപോലെ അങ്ങോട്ട് തണുക്കട്ടെ. ടേസ്റ്റ് ഉണ്ടോടാ? പഴം ആഡ് ചെയ്യുന്നുണ്ടല്ലോടാ. പഴം ഇട്ടില്ലല്ലോ. പഴം ഇടുമ്പോൾ മധുരം ഓട്ടോമാറ്റിക് വരുമല്ലോ ടോമി. അല്ല, പഴം ഞാൻ ഇതിനകത്ത് ഒരുപോലെ സാധനങ്ങൾ രണ്ടായിട്ട് അടിച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. എന്നാലും മതി. ചൂടടിച്ചിട്ടാന്ന് തോന്നുന്നു. തൊണ്ടയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നാട്ടില് ഷോപ്പിലൊക്കെ തരുന്ന സമയത്ത് ഇടുവല്ലോടാ. പക്ഷെ എനിക്ക് ഈ ചോക്ലേറ്റ് ഫ്ലേവർ വരുമ്പോ ഈ ഒരു ഫ്ലേവർ ഇതിനകത്തോട് വലിയ താല്പര്യം ഇല്ല. ലൈറ്റ് ആയിട്ട് മതി. ഓക്കെ. ഐസ്ക്രീം ഇട്ടല്ലോടാ അടിക്കുന്നത്. ഐസ്ക്രീം ഇടുകയും ചെയ്യാം. അത് ഞാനേ മറ്റേ നമ്മുടെ വാനില ഫ്ലേവറിന് ഐസ്ക്രീം വേണമെങ്കിൽ നമുക്ക് ഇട്ടടിക്കാം. പിന്നെ ലാസ്റ്റ് ഒരു സ്കൂപ്പ് ഐസ്ക്രീം എന്റെ മുകളിൽ വെക്കാം. ഞാനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ട് എന്തായാലും ഒന്ന് ഇട്ട് നോക്കാം. ഞാൻ പറഞ്ഞില്ല, ഇത് എന്റെ പരീക്ഷണം പറഞ്ഞു. നമ്മുടേതായ വർഷത്തിൽ നമ്മളെല്ലാ കാര്യങ്ങളും മാറ്റണം. പരീക്ഷണം ജയിച്ചില്ല നിന്നെ ഓടിച്ചിട്ട് ഞാൻ ഇടിക്കും. ചൂടത്ത് തണുത്താ പോരായോ? ഏലക്ക ഇടണ്ടല്ലോ. അല്ലൂട്ടിന് ഏലക്ക അത്ര ഏലക്ക വേണോ? അല്ലൂട്ടിയേ ഏലക്ക വേണോടാ? അവക്ക് ഏലക്കയോട് വലിയ താല്പര്യം ഇല്ല. അത് ഏലക്ക അവളെ പിടിച്ച് കടിച്ചാ. അല്ല, ഏലക്ക വേണോ? ഏലക്കായ എനിക്ക് വേണ്ടടാ. നാട്ടിൽ സെറ്റായടാ. ഒന്നും ഞാനിപ്പോ പറയൂല. ഫുൾ സസ്പെൻസാ. 2 സെക്ഷനാക്കി. എന്റെ ഓരോരോ വേലാണ്. ഇതൊക്കെ പൊന്നിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളടാ. സത്യം. നമ്മൾ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത്. എന്നാലും ഇത് ഇച്ചിരി കടുപ്പ് കേട്ടോ പൊന്നെ. പൊന്നു സത്യത്തിൽ എന്നെ സംബന്ധിച്ചറിയോ, സംഭവം കൂടിപ്പോയി. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. അങ്ങനെ മനസ്സിലായ എന്താ കൂടിപ്പോയത്? അതായത് ഇത്രയും പാല് വേണ്ടിയില്ലാന്ന് തോന്നുന്നു. പിന്നെ മാത്രമേ നട്ട്സും മറ്റേ കപ്പലണ്ടിയും അതൊക്കെ ഞാനൊരു ഓളത്തിനങ്ങ് ഇട്ട്. അല്ലൂട്ടി ഞാൻ നോക്കിട്ട് വരട്ടെ. അല്ലൂട്ടിയോ എന്തെടുക്കുവാ? സത്യം പറയടി, പഠിക്കണോ? പഠിക്കട്ടോ.
പഠിക്ക്. എന്താ ഇടാ വന്നേ? മധുരം നോക്കട്ടെ പണി. ഐസ്ക്രീം പഴം ഒക്കെ ഇട്ടല്ലോടാ, മധുരം ഉണ്ടാവും. എങ്ങനെയുണ്ടോ പൊന്നു? മധുരത് മതിയെന്ന് തോന്നുന്നു. പൊന്നിന്റെ മുഖം കണ്ടിട്ട് എന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ മധുരമാണോ? നിങ്ങളെല്ലാം മധുരത്തിന്റെ ആൾക്കാരാണോ? നാട്ടിലെ ആ സെയിം ടേസ്റ്റ് ഉണ്ട്. സത്യം. എന്നെ എന്തൊക്കെ പറഞ്ഞേ? മധുരത് മതിയല്ലോ മതി. മറ്റേ നമ്മുടെ ജ്യൂസ് ഗ്ലാസും കൂടെ എടുക്കണം. ഞാനാണോടാ? എവിടെയാടാ പൊന്നാരെ? ഏതാ പൊന്നു? ഇതാണോ? അതെടുത്തോ, അതിനകത്ത് ഒഴിക്കാം. അതുപോലത്തെ 2 ഗ്ലാസും പിന്നെ ഒരു ഗ്ലാസും കൂടെ എടുത്തോ. വാഷ് ചെയ്തെടുക്കാം. 3 വേണ്ടേടാ? ആ, ഇതിന് വേറെ കാണുന്നില്ലല്ലോടാ പൊന്നരെ. ഒന്ന് ഇതെടുക്കട്ടെ? അല്ല, വേറെ ഒരെണ്ണം ആണെങ്കിൽ എടുത്താൽ മതി. ഇതെടുക്കട്ടെ? ആ, പലതുപോലത്തെ ഒരെണ്ണം കൂടെ എടുത്തു പോയോ അതിനകത്ത്? ഇല്ലടാ, 2 പൊന്നാണ് ഇവിടെ ഇല്ല പൊന്നു. മറ്റേ ഒരു സിലിണ്ടറിക്കൽ ടൈപ്പിൽ ഒരെണ്ണമുണ്ട്. സിലിണ്ടറിക്കൽ ടൈപ്പിൽ ഒരെണ്ണമുണ്ടല്ലോ. ഇവിടെ ഇല്ലടാ പൊന്നു. അത് പൊട്ടിയിട്ടുണ്ടാവും. അത് ഒന്നത് പൊന്നു ആയിരിക്കും പൊട്ടിച്ചത്. പൊന്നു ഇവിടുത്തെ ഗ്ലാസ് അല്ല ഇപ്പൊ പൊട്ടിക്കുന്നത്. മൂക്കിന് അയ്യോ, ഗ്ലാസോടെ പോയി. ഇല്ലടാ, ആകെ അതേ ഉള്ളു പൊന്നാരെ. പൊന്നു ഒരു സിലിണ്ടറിക്കൽ ടൈപ്പില് ഗ്ലാസ് ഉണ്ട് പൊന്നാരെ. അത് എവിടെ പോയെന്ന് അറിയില്ല. അയ്യോ, പൊന്നു അപ്പം എവിടെ വിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഈ വാട്ടിനുള്ളതിനെ കൊണ്ട് തോറ്റ് ഓരോരുത്തർന്ന് ഓരോന്ന് പൊട്ടിക്കും. ഒന്നുമില്ല. പഠിക്കട്ടെ ആടാ പൊന്നാരെ. അവിടെ പോകും തോന്നുന്നു. എന്താല്ലേ ഇത്? കപ്പലോട്ട് ഒഴിച്ചിട്ട് ഒഴിക്കും. ഇവിടെ എത്രയായി? നീ താഴെ ജ്യൂസ് എല്ലാം തീർക്കും കേട്ടോ. കൊതിയാ. എന്തെടുക്കാടാ? ഇല്ല, കപ്പൽ ഒഴിച്ചിട്ട് ഒഴിക്കാൻ പറഞ്ഞു. ഇവിടെ മൊത്തമായി, കിച്ചൺ മൊത്തം ജ്യൂസായി. ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കല് ആദ്യം. എന്നാലും നാട്ടിലെ ടേസ്റ്റിൽ കുടിക്കാലോടാ പൊന്നരെ. ഞാന് ഇനി ഇതിന്റെ മുകളില് ഐസ്ക്രീം ഒക്കെ സെറ്റ് ആക്കി. ശരിക്കും ഈ സ്പൂൺ വെച്ചിട്ടല്ല എടുക്കണ്ട, മറ്റേ സ്കൂപ്പ് വെച്ചിട്ട്. സ്കൂപ്പ് ഞാൻ പിന്നെ അതെയല്ലോ. ആടാ ഓൾറെഡി കുറച്ചിട്ടാ മതി കേട്ടടാ. ജലദോഷമുണ്ട് കേട്ടോ പൊന്നരെ. ഒന്നിനല്ലേ തണുപ്പ് ചൂടെന്ന് പറഞ്ഞു. അത് മിക്കവാറും താഴെ പോകും പൊന്നരെ. ഇല്ല, അത് ചെയ്യുന്നതാരാണ്? ഞാൻ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഇനി ഞാനൊന്ന് ഗാർണിഷ് ചെയ്യണം. എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനി മറ്റേ ഗ്രൗണ്ട് നട്ട്സ്, കപ്പലണ്ടി ഉണ്ടല്ലോ. വേണ്ട. ജസ്റ്റ് ഇങ്ങനെ ഇത് വേണമെങ്കിൽ അടുത്തൊക്കെ ഇടാം. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ മതി. ഇവിടുത്തെ നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഷാർജ ഷേക്കാണ്. ഇവിടെ ഒന്നും കിട്ടാതെ നാട്ടിൽ മാത്രം കിട്ടുന്ന ഇവിടെ പ്രത്യേകത. അല്ല, സീരിയസ്ലി നമ്മൾ നാട്ടിൽ പോകുമ്പോ എന്ത് ടേസ്റ്റ് നമ്മൾ കുടിക്കണേ. പക്ഷെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. അല്ലൂട്ടാ അങ്ങോട്ടേക്ക് കൊടുക്കടാ, ടേബിളിൽ കൊടുക്ക, അല്ലെങ്കിൽ ഇതാക്കും. ആ, റെഡിയായി. സ്പൂണ് ഞാൻ തരാം. അങ്ങോട്ട് കൊണ്ടുവരാം. ഹലോ, ഇവിടെ നോക്കല്ലേ. കുടിക്ക് നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടോ പറ, കുടിച്ചിട്ട് നോക്ക. ഞാൻ ആദ്യമായിട്ടോ കുടിക്കുന്നു. ആദ്യമായിട്ടാണോ പൊന്നാരി ഇവിടെ കുടിക്കുന്നത്? അല്ലൂട്ടി നാട്ടിൽ പോയ സമയത്ത് അന്ന് ജലദോഷമൊക്കെ ആയിട്ട് കൊടുത്തില്ല. അല്ലൂട്ടി നാട്ടിൽ അങ്ങനെ ഇതാക്കുന്നില്ലല്ലോ കൂടുതൽ. ഇവിടെ നിന്ന് അങ്ങനെ കിട്ടാറില്ലല്ലോ. ഈ സ്പൂൺ വേണോ? ആടാ, കുടിച്ചിട്ട് ഞാൻ നോക്കട്ടെ തണുക്കുന്നുണ്ടോ ഇല്ലയോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നോക്കട്ടെ.
ഇവിടെ എനിക്ക് ഒരുപാട് പണിയുണ്ട്. പൊന്നു ഐസ്ക്രീമിന് നല്ല ടേസ്റ്റടാ. എന്റെ ഷാർജാക്കിന് ടേസ്റ്റ് ഇല്ല, ഐസ്ക്രീമിന് ടേസ്റ്റ് ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ തണുപ്പിക്കാൻ ഐസ്ക്രീം മാത്രം തിന്നുന്നില്ല. അടിപൊളി. കൊള്ളാവോ? കൊള്ളാം. കൊള്ളാല്ലേ പിന്നെ? ചൂടത്ത് കുടിക്കാൻ പറ്റിയ സംഭവം. അല്ലോട്ടി തണുത്തോടാ. ബ്രെയിൻ ഫ്രീസ്. അല്ലോട്ടാ, അപ്പൊ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒപ്പം ചെയ്താലോ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. ഓക്കെ.